ഉത്തർപ്രദേശിലെ ഒരു സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ റോഡാണിത്. ആഹാ, ഇതിനേക്കാൾ ഒരു നല്ല റോഡാണല്ലോ ഇത്. ഇതിലേ പോയേക്കാം. എൻ്റെ ദൈവമേ, ഈ റോഡ് മുഴുവൻ പശുക്കളും കാളകളെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. എല്ലാം സംഭവങ്ങളായി കാണുന്നത്. ദൈവമേ, ഇതിനൊന്നും ആർക്കും വേണ്ടേ ഈ പശുക്കളെയൊന്നും? ഇതിനെ എങ്ങാനും ചെറുതായിട്ടൊന്ന് തട്ടിയാലുള്ള ഒരവസ്ഥയെ. മൊത്തം അമ്മമാരും അപ്പന്മാരും ആണല്ലോ ഇത്. രക്ഷപ്പെട്ടു. ഇതിലേതെങ്കിലും ഒരു പശുവിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ, ഇവിടുത്തെ ചാണക സംഖ്യകൾ വന്ന് നമ്മുടെ കാറും കത്തിച്ച് നമ്മളെയും കൊന്നനെ. ആ ബ്രേക്ക് നന്നായിട്ട് വീണില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എന്തായിരുന്നു അവസ്ഥ. വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞങ്ങൾക്കിനി ഒരു 120 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. ഗ്രാമങ്ങളാണ് രണ്ട് സൈഡും കാണുന്നത്. എൻ്റെ ദൈവങ്ങൾ, പിന്നെയും പശുക്കളാണല്ലോ ഇവിടെ. ഇതാ ഇവിടുത്തെ 25 വർഷത്തെ വികസനമെന്നും പറഞ്ഞ് കേരളത്തിൽ കിടന്ന് അവിടെ ഈ ചാണക സംഖ്യകൾ പകലും രാത്രിയും മയക്ക് വെച്ച് വെള്ളം കുടിച്ച് പ്രസംഗിക്കുന്നത്. ചാണകം കൊണ്ട് ഈ റോഡെല്ലാം നിറഞ്ഞു കിടക്കുകയാണല്ലോ. ഇതാണോ 25 വർഷത്തെ ഡബിൾ എൻജിൻ സർക്കാർ നടത്തിയിരിക്കുന്ന വികസനം? എൻ്റെ ദൈവമേ, ഇതൊക്കെ നമ്മുടെ മലയാളികൾ കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ. കണ്ടോ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും. എവിടെ നോക്കിയാലും പശുക്കളാണല്ലോ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ റൗണ്ട് സർക്കിളാണേ. ചാണകങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ചാണകം എവിടെ നോക്കിയാലും ചാണകം. വെറുതെ അല്ല ഈ ചാണക സംഖ്യകളെ ചാണകം എന്ന് വിളിക്കുന്നത്. ഇതൊരു ചെറിയ ഗ്രാമമാണ്. ചെറിയ ഗ്രാമമല്ല, അല്ല, ഹൈവേയിൽ റോഡിൻ്റെ സൈഡിലുള്ള ഒരു ഗ്രാമമാണ്. എവിടെ നോക്കിയാലും ചാണകം. കേരളത്തിലുള്ള സംഖ്യകളെ ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. അങ്ങനെ ഒരു ഗ്രാമം എന്തോ കടന്നു. ഇനി ഞങ്ങൾക്കൊരു 120 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യണേ. യാത്ര തുടരുകയാണ്. റോഡിൻ്റെ നടുക്ക് വികാരഭരിതനായി നിൽക്കുന്ന ഒരു മൂഴിയെ കണ്ടു. പിന്നെയും പശുക്കളാണ്. യാത്ര ഞങ്ങളെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമങ്ങളുടെ നടുവിലൂടെ. രണ്ട് വശത്തും നമുക്ക് ഡബിൾ എൻജിൻ സർക്കാർ 25 വർഷമായി ഭരിച്ച് നേടിയിട്ടുള്ള വികസനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും പശുവും ചാണകമാണ്. പിന്നെയും ഞങ്ങളൊരു ചെറിയൊരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയും രണ്ട് സൈഡും റോഡിൻ്റെ നടുക്കും അമ്മമാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. വേറെടുത്ത് നിൽപ്പുണ്ട്. എൻ്റെ അമ്മേ, ഇതൊക്കെ എന്തുവാടെ? ഇതൊക്കെ റോഡിൽ നിന്ന് മാറി നിന്നുണ്ട്. ഇവർക്കറിയാം ഇവരെ രക്ഷിക്കാൻ ചാണക സംഖ്യകളുണ്ടെന്നേ. എത്ര ധൈര്യമായിട്ട് അവർ റോഡിൻ്റെ നടുക്ക് നിൽക്കുന്നത്. ഇത്രയും പശുക്കളെ ഉണ്ടല്ലോ ഞാൻ ഈ റോഡിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു ഹൈവേയിൽ എവിടെ നോക്കിയാലും പശുക്കളും ചാണകവും മൂരിയും. എത്ര മനോഹരമായൊരു രാജ്യമാണിത്. വെറുതെ അല്ല, ചാണക സംഖ്യകൾക്ക് മധ്യപ്രദേശും ഉത്തർപ്രദേശും എന്നൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചം പുളകിതമാകുന്നത് കേട്ടോ. ഞങ്ങൾക്കിനി ഒരു 10-20 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ. ഇതുപോലെ മുക്കിനും മൂലയ്ക്കും പശുക്കളാണ് റോഡ് മുഴുവനെങ്കിൽ രാത്രിയൊക്കെ ആക്സിഡൻറ്റിന് ഒരുപാട് ചാൻസ് ഉണ്ട്. അതും പെട്ടെന്നാണ് നമ്മളൊരു സിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ പശുക്കളെ കാണുന്നത്. റോഡ് മുഴുവനും നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഈ പശുക്കൾ മുന്നിൽ വരുവേ. ഇതിലേതെങ്കിലും തട്ടിയാലാണ് നമുക്ക് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടേ. ഇപ്പം ഞങ്ങളിപ്പോൾ ഏകദേശം ഞങ്ങൾ സിറ്റിയിലെടുക്കാറായി. ഇത്
മധ്യപ്രദേശിലെ ഗുണ എന്ന സ്ഥലത്ത് നിന്ന് 120 കിലോമീറ്റർ ഗഞ്ച് ബസ്വത എന്നൊരു സ്ഥലത്താണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത്. പലരും ഇനി ചോദിക്കുക അവിടെ ഇവിടെ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ടിട്ടതാണെന്നേ. ഈ സംഖ്യകൾക്ക് ഇതൊക്കെ പറയുന്നൊരു സ്വഭാവമുണ്ടേ. ഇത് ഞാൻ റിയലായിട്ട് കണ്ട സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പിടിച്ച് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ പശുവിനെ വളർത്താൻ ഗതിയില്ലാതെ, മൂരിയൊക്കെ വീട്ടിൽ വളർത്താൻ ഗതിയില്ലാതെ ഇവർ റോഡിലേക്ക് അഴിച്ചങ്ങ് വിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ചിലവാണ്. അപ്പം വയസ്സായി കഴിഞ്ഞാൽ ഇതിനാർക്കും വേണ്ട. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഇത് മൊത്തം ഇതുപോലെ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ എൻ്റെ സ്ഥലത്തെത്തി. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ജയ് ഹിന്ദ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.